ഷിബു ബേബി ജോൺ പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒന്നുമല്ല, അങ്ങനെയുള്ള ഒരു ചർച്ചയ്ക്കും ഞാൻ പ്രാപ്തനല്ല. ഞാൻ അദ്ദേഹത്തെ കാണാൻ ഇന്നലെ മുതൽ ശ്രമിച്ചു. ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഇപ്പോൾ വന്ന് കണ്ടു, അത്രേ ഉള്ളൂ. അല്ലല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ പ്രാപ്തനല്ല. അതിന് മീഡിയേറ്റ് ചെയ്യാൻ ഞാൻ ആളല്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി കാണാനെത്തി, അതേ ഉള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം അർഹനാണ്. ഈ കോൺഗ്രസിന് പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്. ആ നിലയിൽ ഈ സംവിധാനത്തിന്റെ പ്രധാന വ്യക്തികളിലൊന്നാണ്. ആ നിലയിൽ ഒരുമിച്ച് തന്നെ എല്ലാവരും പോകും. കൂടുതലാണ് ഒരു മഞ്ഞുരുകലിന്റെ സാധ്യത എല്ലാം കൊണ്ടും കാണുന്നുണ്ട് അനുശ്രീ. കാരണം ഷിബു ബേബി ജോൺ വന്നപ്പോഴായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ വന്നപ്പോഴായിക്കോട്ടെ, അവരുടെ എല്ലാം പ്രതികരണത്തിൽ വളരെ ശുഭ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. മറ്റ് ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിരുന്നു. ഐ സി ബാലകൃഷ്ണൻ, അൻവർ സാദത്ത് തുടങ്ങിയവരെ മന്ത്രിസഭയിലേക്ക് എത്തിക്കണമെന്നൊരു നിർബന്ധം അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ എത്രത്തോളം നേതൃത്വം വഴങ്ങുമെന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. ഒപ്പം തന്നെ ബോർഡ് കോർപ്പറേഷനിലേക്ക് അടക്കം മത്സരിക്കാതെ മാറി നിന്ന നേതാക്കന്മാരെ അടക്കം ഉൾപ്പെടുത്തണമെന്നൊരു ഡിമാൻഡ് കൂടി അദ്ദേഹം വെച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ കാര്യങ്ങളിൽ സമവായമായിട്ടുണ്ട്, അതിൽ ഏതൊക്കെ കാര്യങ്ങൾ നേതൃത്വം ഇത്തരത്തിലൊരു കടുംപിടുത്തത്തിലേക്ക് കടക്കാതിരുന്നതടക്കമുള്ള കാര്യത്തിലേക്ക് ഇനി വരുന്ന മണിക്കൂറിലടക്കം വ്യക്തത വരും. മനസ്സിലായി മന്ത്രിസഭയിലേക്ക് രമേശ് ചെന്നിത്തല ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ തനിക്കൊപ്പം നിൽക്കുന്ന അൻവർ സാദത്തിനെയും ഐ സി ബാലകൃഷ്ണനെയും മന്ത്രിയാക്കണമെന്നൊരു ആവശ്യം കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരുന്നു. ഇനി അതിലാണ് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. സാരംഗ്, ഈ കാര്യത്തിൽ കൂടി ഇന്നുകൊണ്ട് തന്നെ ഒരു വ്യക്തത ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും മനസ്സിലായി. കാരണം ഇനി അധികം വൈകാതെ തന്നെ മന്ത്രി സ്ഥാനങ്ങളുടെ ഒരു പട്ടിക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തന്നെ UDF-ന്റെയും ഒപ്പം കോൺഗ്രസ് നേതൃത്വത്തിന്റെയും അടക്കം ചർച്ചകൾ പുരോഗമിക്കും. അതിന്റെ ഭാഗമായി തന്നെ നമുക്കറിയാം, തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. അതിലേക്ക് മന്ത്രികളെ, അതായത് അത് നീട്ടിവെക്കാനോ അല്ലെങ്കിൽ അത് മാറ്റിവെക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പിന്നീട് എത്തും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിക്കൊണ്ട് വളരെ സുഗമമായി തന്നെ ഇനി മറ്റ് വകുപ്പുകൾ വിഭജനം, കാരണം ലീഗ് അടക്കം 5ാം മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുമോ, അത് എങ്ങനെ കൈകാര്യം ചെയ്യും, മറ്റ് അതായത് RSP പോലെയുള്ള പാർട്ടികൾ അടക്കം എങ്ങനെ, ഇപ്പോൾ ഷിബു ബേബി ജോൺ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, അവർക്ക് മന്ത്രിസ്ഥാനം അർഹിക്കുന്നുണ്ട്, അതടക്കമുള്ള ആൾക്കാർ എങ്ങനെ മന്ത്രിസ്ഥാനം കൃത്യമായി പങ്കുവെച്ചെടുക്കും, ഏതൊക്കെ വകുപ്പുകൾ ഏതൊക്കെ ഘടകകക്ഷികൾക്കും കോൺഗ്രസും എങ്ങനെ വീതിച്ചെടുക്കും എന്ന കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അതിൽ രമേശ് ചെന്നിത്തലയായിരുന്നു തുടക്കം തൊട്ട് തന്നെ വലിയ ആശയക്കുഴപ്പം നിലനിന്ന ഒരു വകുപ്പും ഒപ്പം ഒരു നേതാവും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരു വ്യക്തത വന്നിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ മന്ത്രിസ്ഥാനങ്ങളുടെ മറ്റ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അനുസരിച്ച് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.